വെൽക്കം ടു മുക്ത ആൻഡ് കൺമണി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. കമ്മണിക്കുട്ടിയുടെ സ്കൂളിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ എനിക്കതൊന്ന് ഷൂട്ട് ചെയ്യണം എന്നൊരാഗ്രഹം. കാരണം വലുതാവുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് കമ്മണിക്കുട്ടിയുടെ കൂടെ ഒന്ന് ട്രാവൽ ചെയ്യാം. ഞാനിപ്പോൾ ഇൻട്രോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ എണീറ്റ് വന്ന പിന്നെ ഇതൊന്നും നടക്കില്ല. ഭയങ്കര ഹറിബറിയായിരിക്കും രാവിലെ. ഇപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങണം, ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യലെല്ലാം കൂടെ ഒരു തിരക്കായിരിക്കും ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോ നേരത്തെ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടോ ബാൽക്കണി, കുറച്ച് പുതിയ അതിഥികൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കൂ, നേരത്തെ കണ്ട ബാൽക്കണിയാണോ ഇപ്പോൾ ഇതാ ബാക്കിൽ ഞങ്ങളൊരു കാറ്റ്സ് ക്ലൗ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ചെടി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിങ്ങനെ കയറി കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് നോക്കൂ. ഇവിടെ ഞാൻ വേറൊരു കുഞ്ഞ്, ഇതെനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്ലാന്റാണ്, അമ്മ തന്നതാണ്. അത് ഞാൻ സൈഡിൽ കറിവേപ്പിലയുടെ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ഈ ചെടിയും. ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു മാൻറ്റവില്ല കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ മാൻറ്റവില്ല ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇതാണ് ഇനി ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പോകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്. മേ ബി ഇതായിരിക്കും. എന്ത് ഭംഗിയായിട്ട് വരുന്നത് നോക്കൂ. ഇത് ഞങ്ങൾ മെയിൻ വെക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കീക്കുട്ടിക്ക് ഭയങ്കര വെയിലടിക്കും. രാത്രി മാത്രമേ കിടക്കുന്നുള്ളൂ. എന്നാലും ആ വെയിൽ കുറച്ച് നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് പുറത്തൊക്കെ പോകുമ്പോഴേ ഒന്ന് ഇടണമെങ്കിൽ ഇതിങ്ങനെ ഫുള്ള് കയറി വരുമ്പോൾ ഫുള്ള് തണലായിരിക്കുമല്ലോ അവിടെ. അതുകൊണ്ടാണ് ഞങ്ങൾ വെച്ചത് മെയിനായിട്ട്. വെറുതെ ഒരു ദിവസം പംകിൻ ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ ഞാനതിൻ്റെ കുരു വെറുതെ കൊണ്ടിട്ടത് ഇവിടെ നോക്ക്. അത് കയറി വരുന്നുണ്ടോ? അതിങ്ങനെ വലുതായിട്ട് കയറി ഇതാ ഇവിടം വരെ കയറി വന്നിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാൽക്കണിയിൽ കുറച്ചൊരു ചെറിയൊരു മിക്കോർ ഞങ്ങൾ ചെയ്തതാണ് കേട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തുടങ്ങട്ടെ എൻ്റെ കാര്യങ്ങളൊക്കെ. ഭയങ്കര സ്പെഷ്യലാണല്ലോ. പുതിയതായിട്ട് ട്രൈ ചെയ്തത് കാർഡുണ്ടാക്കി. അമ്മനെ കാണിച്ചു തന്നില്ലല്ലോ ഇന്നലെ. കാർഡിന്നുണ്ടോ? അത് സർപ്രൈസാ. സർപ്രൈസ് ആണോ? അമ്മ വരുമ്പോ കൊടുക്കുവോ? കൊടുക്കോ? വിശക്കുന്നുണ്ടോ? എന്താ കഴിക്കാൻ പോണെന്ന്? എന്താ ഉള്ളേ? ഇവിടെ ഇടിയപ്പമുണ്ട്, അപ്പം, മുട്ടക്കറി, മുട്ട റോസ്റ്റ്, പുട്ട്, കടല, ഇഡ്ഡലി, എല്ലാ സാധനമുണ്ട്. എന്ത് വേണം? അപ്പം മുട്ടക്കറി. അപ്പം മുട്ടക്കറി ഇല്ല. ദോശയാണോ? ഞാനൊരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കിയിരിക്കുന്നു. ചിലപ്പോ ഹെൽത്തി ആയിരിക്കും. ദോശ കഴിക്കാം നമുക്ക്. Thank you for teaching us Hindi. As Srishti is the main. Either thank you for teaching us English. I'm gonna guess it. Last one. Show me. ഇവിടെ ഇരിക്കുന്നു. Can you guess who is this for? I think for Viva ma'am. Correct, because you saw. Thank you for supporting us. Viva ma'am is so special to you? Because she's my friend and she supports me a lot. So sweet. You should hug her and say thank you. Okay. Thank you for supporting. Thank you for supporting us, Reba ma'am. Achoda, so sweet of you. അമ്മയുടെ ചക്കരയുടെ ഡേ ആണ് ഇന്ന്. എന്റെ പൊന്നെ കഴിഞ്ഞു പഠിത്തമൊക്കെ. അല്ല വലിയ ചേച്ചി ആയി ഇപ്പൊ. അപ്പൊ ഞാൻ രാവിലത്തെ ഇന്ന് കമ്മണിക്കുട്ടിക്ക് ക്ലാസ് പാർട്ടിയാണ്. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ക്ലാസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഓൾറെഡി മാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു സ്നാക്ക് വേണം. അപ്പൊ അത് ഓൾറെഡി നമ്മൾ വേറൊരു സ്നാക്ക് അത് കൊടുത്ത് വിടുന്നുണ്ട്. അപ്പം ഹെൽത്തി ആയിട്ട് ഇത് പനീറാണ്. അതെ, പ്രോട്ടീൻ. അപ്പൊ 2 ബ്രേക്ക് ഉണ്ട് ഇവർക്ക്. അപ്പം മെയിൻ ബ്രേക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയിപ്പോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ വേഗം ഒന്ന് കാണിച്ചു തരാം, കാരണം ബസ് വരാൻ സമയമായി. അപ്പൊ ഞാൻ എന്തായാലും ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. കാരണം എല്ലാ അമ്മമാരുടെയും വലിയൊരു ടെൻഷനാണ് ഈ ലഞ്ച് ബോക്സ് എന്ത് കൊടുത്ത് വിടാം, പുതിയ കാര്യങ്ങൾ. കാരണം ഒരേ കാര്യങ്ങൾ തന്നെ അല്ലേ
കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിള്ളേർക്കും അത് മടുപ്പാവും. അപ്പൊ ഞാൻ വേഗം വെജിറ്റേറിയൻസിന് പറ്റുന്ന ബെസ്റ്റ് ഒരു ഓപ്ഷനും കൂടെയാണ്. പിന്നെ നമ്മൾ സ്പ്രെഡിങ് ആ ചെയ്യാൻ പോകുന്നത്. നമ്മള് എന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് കുറെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് കളേഴ്സിന് ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്. യെസ്, ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന പുതിയൊരു ഇൻട്രസ്റ്റ് ആണ് പല പല വെജീസ് ഇട്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കി പരീക്ഷിക്കുക എന്നുള്ളത് അല്ലേ ഗമ്മു? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ, ഇപ്പൊ ഞാൻ ഇന്ന് ചപ്പാത്തി എടുത്തിരിക്കുന്നത്, ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡിന്റെ കൂടെയോ എന്താന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ചോയ്സ്. അപ്പോ ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പനീറാണ് കേട്ടോ കമ്മിക്കുട്ടി. പനീർ പ്രോട്ടീൻ ആണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടതാണ്. അപ്പൊ ഞാനിവിടെ ഒരു എല്ലാവർക്കും അറിയായിരിക്കും, ഇതൊക്കെ അറിയില്ലാത്തവരുണ്ടെങ്കിൽ അവര് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു 10 or 20 കാഷ്യൂ ഞാൻ രാവിലെ ഗാർലിക് ഒരു 3 ഗാർലിക് എടുത്തിട്ടുണ്ട്. ചില കുട്ടികൾക്ക് ഗാർലിക്കിന്റെ ടേസ്റ്റ് അത്ര ചിലപ്പോൾ പിടിച്ചു എന്ന് വരില്ല. അപ്പൊ ഞാൻ എണീറ്റപ്പോ തന്നെ ഞാൻ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എണീക്കുമ്പോ തന്നെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇത് രണ്ടുമാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പൊ നമ്മൾക്കൊരു ബ്ലെൻഡർ ഇതുപോലെ മിക്സിയിൽ ഇട്ടാലും മതി, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബ്ലെൻഡർ. താഴെ വീഴുവോ? ഇടുക്കി കുട്ടി. ഇനി ഇത് കിട്ടും. ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ. 10 or 20 കാഷ്യൂസ് ഇടാട്ടോ, കാരണം ഇത് ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിരിക്കും. ഇത്രയും കാഷ്യൂസും പനീറും ഒക്കെ ചെല്ലുമല്ലേ. എഗ്ഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗും കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യും. ഇതിനകത്ത് യൂസ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഫില്ലിങ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇത് രണ്ടും ഇട്ടു. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടാൻ വേണം. ആവശ്യത്തിന് നമ്മൾ ഇച്ചിരി കൂടെ ഉപ്പിടാൻ പോകും. ഉപ്പിട്ടു. ഇനി നമുക്ക് കുറച്ച് വിനീഗർ, ആ ഒരു പുളിരസത്തിന് വേണ്ടിട്ട് വളരെ ഒരു ടീസ്പൂൺ എങ്ങാനും ഒഴിച്ചാൽ മതി കേട്ടോ. ഫുൾ ഒഴിച്ചു. ഇതെന്റെ കമ്പനിയുടെ ഫേവറേറ്റ് ഹണി. എനിക്ക് ഹണിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഒഴിച്ചു കണ്ടു. നമ്മള് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആ ഒരു മയണീസിന്റെ ആ ഒരു കൺസിസ്റ്റൻസി അറിയാലോ. നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഞാൻ വേഗം പോയി അടിച്ചെടുത്തിട്ട് വരാവേ. അപ്പൊ ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഒന്ന് അടുത്തോട്ട് വരും കേട്ടോ. കണ്ടോ, ശരിക്കും മയണീസിന്റെ ആ ഒരു കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, നമ്മളെപ്പോഴും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റേ സസീക്കി അല്ലെ ഡിപ്പിംഗ് ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാക്സിമം കുട്ടികൾക്ക് നമ്മൾ മയണീസ് വൺസിനെ വൈലൊക്കെ ആവാം. അപ്പൊ ഇതുപോലത്തെ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ അവരത് പനീറൊക്കെ ഇത്രയും ഭാഗത്തേക്ക് ചെല്ലുന്നു, കാഷ്യൂ ചെല്ലുന്നു അല്ലെ. അപ്പൊ അമ്മമാർ ഇങ്ങനത്തെയൊക്കെ മയണീസിന് പകരം ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കൊടുക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഈ വെജീസിനെ കുറിച്ച് അറിയായിരിക്കും. ഇതെന്ത് വെച്ചാ ക്യാരറ്റ്, ഇതെന്ത് വെച്ചാ അന്യൻ, ഇത് ക്യൂക്കുംബർ അല്ല കേട്ടോ. ഇത് ആർക്കാ ക്യൂക്കുംബർ ആണെന്ന് തോന്നുന്ന കമന്റ് ആവും. ഇത് സുഗീനിയാണ്. അതെ, സുഗീനി. അപ്പൊ എന്റെ ക്യൂക്കുംബർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറൊരു ഓപ്ഷൻ നോക്കി. ഇപ്പം ഈ ക്യാബേജ് ഒക്കെ നമ്മളെ പിള്ളേർക്ക് ഇട്ട് കൊടുക്കുമ്പോഴല്ലോ ഉച്ചയാകുമ്പോഴേക്കും ഒരു സ്മെല്ല് വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം സുഗീനി ആകുമ്പം അത്രയും പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് ആവശ്യത്തിന് നമ്മളുടെ ഡ്രസ്സിങ്ങിന് വേണ്ട നമ്മളുടെ മയോ ഇവിടെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് സുഗീനി ആഡ് ചെയ്യാം. വേണ്ടത് എത്രയാണോ അത്രയും നമുക്ക് ചെയ്യാം കേട്ടോ. മൊത്തം ഇട്ടാലോടാ, മൊത്തം ഇട്ടാലോ? അമ്മണിയാണ് ഇവത്തെ ശത്രുവാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിയുമ്പോ പിന്നെ അറിയില്ല കേട്ടോ. ആള് കഴിച്ചോളൂ. അത് ക്യാരറ്റ് അത്രയും വേണ്ട കേട്ടോ. ക്യാരറ്റ് ഇച്ചിരി കൂടി പോയാൽ അടുത്ത് പിന്നെ പകുതി മതി. ഇനിയിപ്പോ ഞാൻ ഇതിനെ നമ്മൾ എരിവിനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി ഇടിച്ച മുളക് ഞാൻ ഇതിന്റെ കൂട്ടത്തിലിടും. കുറച്ച്, കാരണം പിള്ളേർക്ക് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി വേണമെന്നില്ല. അവർക്ക് ആ ഒരു എരിവിന് ഇച്ചിരി ഇടിച്ച മുളകിട്ടു. കുറച്ച് നമുക്ക് ഓൾറെഡി മയണീസിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരു പൊടിക്ക് ഉപ്പും കൂടെ. ഇന്നിപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് ചപ്പാത്തിയാണ് കേട്ടോ. കാരണം ബീട്രൂട്ട് കമ്പനി അല്ലാതെ കൊടുത്താൽ കഴിക്കത്തേയില്ല. എപ്പൊ ബീട്രൂട്ട് തോരനുണ്ടാക്കി തന്നെ കഴിക്കാറുണ്ടോ? പിന്നെ പറഞ്ഞ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം കമ്പനി കിട്ടി എത്ര ചപ്പാത്തി കഴിച്ചു? 3 ചപ്പാത്തി കഴിച്ചു. കാരണം
ഭയങ്കര ടേസ്റ്റിയുമാണ്. ഒരു വെജിറ്റബിൾ നമ്മളുടെ അകത്തേക്ക് ചെല്ലുകയും ചെയ്യും. അപ്പം എനിക്ക് ഇഷ്ടമായി ഇത്. നമ്മള് ക്യാരറ്റ്, സ്പിനച്ച്, പാലക്ക് എല്ലാം വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ. അപ്പം ഇന്നിപ്പോൾ ഞാൻ ബീട്രൂട്ട് ചപ്പാത്തി എടുത്തിരിക്കുന്നത്. എല്ലാ വെജീസും നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. മിക്സ് ആക്കി നമ്മളുടെ മയോണീസ് ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കാണാൻ പറ്റുന്നുണ്ട് കേട്ടാ? എത്രയാണോ വേണ്ടത് അതുപോലെ നമ്മളൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഉണ്ടോ? നമ്മൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ അല്ലേ ബർഗറും എല്ലാം ഇങ്ങനത്തെയൊക്കെ കിട്ടില്ലേ? നമുക്ക് പെട്ടെന്ന് ഒരു ജങ്ക് ഫുഡൊക്കെ കഴിക്കണം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയോണീസ് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ച ആ ഒരു ഫീലല്ലേ കിട്ടുക. പക്ഷെ ഇത് ഹെൽത്തിയുമാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. അപ്പം നമ്മളുടെ മയോണീസൊക്കെ ഇട്ട് ഞാനിവിടെ ഇങ്ങനെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചപ്പാത്തിയുടെ അകത്തേക്ക് ഫില്ല് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അതല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചിലർക്ക് അതൊരു ഇങ്ങനെ നനഞ്ഞു പോകുന്ന പോലെ തോന്നുമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഇതുപോലെ ഒരു സെപ്പറേറ്റ് ബോക്സിലാക്കി കൊടുത്തു വിട്ടാലും മതി. അപ്പൊ ഇത്രയും വെജീസ് അവരുടെ അകത്തേക്ക് ചെല്ലല്ലേ. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗ് ഇങ്ങനെ നമ്മൾ ഫോക്ക് വെച്ചിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്ത് ഇങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കട്ടെ. അപ്പൊ ഞാൻ എഗ്ഗ് സെപ്പറേറ്റ് ആ വെക്കുന്നത്. ലഞ്ച് ബോക്സ് ആണ്. ലഞ്ച് ബോക്സിലേക്ക് ഒരു എഗ്ഗും വെച്ചിട്ടുണ്ട്. ഫുള്ളാവും കമ്മിക്കുട്ടിയുടെ ടമ്മി അല്ലേ? ഹാപ്പി ടമ്മി ആവുമോ? ഫുള്ള് കഴിച്ചിട്ട് വരണം കേട്ടോ. ഓടിപ്പോയി റെഡി ആവാനാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കമ്പനിക്കുട്ടിയുടെ ലഞ്ച് ബോക്സ്. നമ്മളിതങ്ങനെ ഭയങ്കര ഇതൊരു റെസിപ്പി എപ്പിസോഡായിട്ടൊന്നും കണക്കാക്കണ്ട. ഞാനിത് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അത് കാരണം മൈക്കൊന്നും കുത്താൻ പറ്റിയില്ല. സൗണ്ട് ക്ലിയർ ആണോ എന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ. ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ അങ്ങ് ഞാൻ ഏട്ടനോട് എടുക്കാൻ പറഞ്ഞത്. അപ്പം ഞാൻ വേഗം റെഡി ആക്കട്ടെ. ഇന്ന് ഫുൾ ഫൺ ഡേ ആണ് കമ്മൂന്. അപ്പം നമ്മൾ ഇന്ന് ഫുൾ കമ്പനിയുടെ കൂടെ ഒന്ന് ട്രാവൽ ചെയ്യാൻ പോവാണേ. കൺമണിക്കുട്ടിയുടെ ഹെയർ സ്റ്റൈൽ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും കുറേ പേര് വീണ്ടും കമ്മൂൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കമ്മൂന് ഇന്ന് ഇങ്ങനെ വരണം വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ അതെങ്ങനെ പറഞ്ഞു തരണ്ടേ നല്ലത്. നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കയ്യിലിടുക. ഞാൻ കിട്ടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അഴിക്കാനൊക്കെ എളുപ്പമുണ്ട്. കണ്ടോ, ഞാനിങ്ങനെ ജസ്റ്റ് റൗണ്ട് ചെയ്തു. വീണ്ടും ഞാൻ ഇതിനകത്തേക്ക് കയറ്റി ഇതിനെ ഒന്ന് പുള്ളി ചെയ്തു. അപ്പം നമുക്ക് ഊരാൻ ഈസിയാണ് ലോങ് ഹെയർ ആയവർക്ക്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇപ്പം ഇതുപോലെ എങ്ങനെയാണ് കെട്ടുന്നത് എന്ന് ചോദിക്കുന്നവർക്ക് ലോങ് ഹെയർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊന്ന് പറഞ്ഞു തരുന്നത്. ഷോർട്ട് ഹെയർ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് പിരിച്ചൊന്ന് ചുരുട്ടി കെട്ടി വെച്ചാൽ മതി. നമ്മൾ ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചായിരുന്നത് വരെ ഹെയർ ഇത്രയൊക്കെ ആവുന്നത് വരെ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇത്രയും ലോങ് ഹെയർ ആയതുകൊണ്ട് അമ്മ എന്ത് ട്രിക്കാണ് യൂസ് ചെയ്യുന്നത് കമ്പനി പറഞ്ഞു കൊടുത്തേ? നമുക്ക് 3, 2, 1 ചെയ്യാം. 3, 2, 1 go. എന്താ പറയാനുള്ള വെക്കേഷനായിട്ട് കമ്പനിയുടെ പോലെ കുറേ കിഡ്സ് ഉണ്ട് വെക്കേഷനായിട്ട്. അവനോടൊക്കെ എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാരും സമ്മർ വെക്കേഷൻസിന് നന്നായിട്ട് അടിച്ച് പൊളിക്കണേ. എല്ലാരും എൻജോയ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ഇയർ ഞാൻ 3rd സ്റ്റാൻഡേർഡ് ആവാൻ പോവാ. പിന്നെ നെക്സ്റ്റ് ഇയർ നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ വെക്കേഷൻ ഇങ്ങനെ ഫുൾ ടൈം കളി മാത്രല്ല, ഒരു ഇച്ചിരി നേരം നമ്മൾ ഇരുന്ന് പഠിക്കുകയും ചെയ്യണം അല്ലേ? അതെ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഫുൾ ഫണ്ണായിരിക്കണം. ടീച്ചേഴ്സിനോട് എല്ലാം ചെന്ന് താങ്ക് യു പറയണം കേട്ടോ. എല്ലാ ടീച്ചേഴ്സിനോടും താങ്ക് യു പറഞ്ഞ് പഠിപ്പിച്ചതിനൊക്കെ താങ്ക് യു പറയണം. ഹഗ്ഗും കൊടുത്തിട്ടേ വരാവുള്ളൂ. അമ്മ വന്ന് പിക്ക് ചെയ്യും ചക്കരേനെ. ചക്കടുമ്പോ കമണി ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇനി 2 months ഹോളിഡേ. ടീച്ചേഴ്സിനെ കൊണ്ടൊക്കെ താങ്ക്സ് പറയണേ. ടാറ്റാ കമ്മു. ബൈ ബൈ കമ്മു. ഹാവ് ഫൺ. എൻജോയ് യുവർ ഡേ. അമ്മ വരാം. താങ്ക് യു. ലാസ്റ്റ് ഡേ അല്ലേ? താങ്ക്സ്.
ബിഗ് ഗേളായി. പെട്ടെന്ന് പൊക്കം വെച്ചു. എട്ട് നിന്ന നിപ്പിനാ പിള്ളേരൊക്കെ വലുതായി പോകുന്നത്. സച്ചു 5ാം ക്ലാസ്സിലേക്ക് അല്ല അക്കാനി. ദൈവമേ, ഞങ്ങള് സ്കൂളിൽ പോവാ, പിക്ക് ചെയ്യാൻ പോവാ. അപ്പൊ ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാവേ. ചോയ്സ് സ്കൂളിന്റെ കിൻഡർ ഗാർഡൻ ടു ഗ്രേഡ് 2 വരെയുള്ള വൈസ് പ്രിൻസിപ്പളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച് മാം. എങ്ങനെയുണ്ട് മാം കൺമണി? കൺമണി എന്ന് പറയുന്നില്ല, കിയാറ ഐ മസ്റ്റ് സേ ഇസ് എ വെരി ടാലന്റഡ് ഗേൾ. ഭയങ്കര ലവിങ്. എന്നെ എവിടെ കണ്ടാലും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എന്നെ ഒന്ന് ഹഗ് ചെയ്തൊന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ ഹെർ ഡേ ഈസ് നോട്ട് മെയ്ഡ്. ഓക്കെ, അതുപോലെ സ്നേഹമുള്ള ഒരു കുട്ടിയാണ്. എന്തുണ്ടെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും എന്നോട് വന്ന് പറയും. ഷീ ഈസ് വെരി ഓപ്പൺ വിത്ത് മീ. I don't know how the connection has come with me and her, but still she feels that she can open up with me. ഒരു പ്രാവശ്യം മാത്സ് ആണെങ്കിൽ പോലും ഏതാണ്ട് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, but she was not able to open up and tell anyone. എന്നോട് പറഞ്ഞു എനിക്ക് അത്രയും അറിയത്തില്ല. അപ്പം ഞാൻ ആ ക്ലാസ്സിൽ പോയി ഇരുന്ന് I made her understand, but she learnt it well. When that attention was given to her, she picked up that concept. So I was quite happy that she came and opened up to me. I've never seen her cry. ഇവിടെ വരാൻ ഭയങ്കര സന്തോഷം. അത് എനിക്ക് ഭയങ്കര ഒരു ദാറ്റ്സ് ദ ഹാപ്പിയസ്റ്റ് തിങ് ഫോർ മീ. അപ്പം മാം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മളൊരു പ്രോഗ്രാമിനൊക്കെ പല പ്രോഗ്രാംസിനും നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു ഫംഗ്ഷൻ ഒരു വീട്ടിൽ ചെല്ലുമ്പം എല്ലാവരോടും ആ വീട്ടിലെ ഗ്രഹനാഥ സംസാരിക്കില്ലേ, അതുപോലെയാണ് ഒരു വൈസ് പ്രിൻസിപ്പളിൻ്റെതായിട്ടുള്ള നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾ, വൈസ് പ്രിൻസിപ്പൾ. പക്ഷെ ഇവിടെ ചോയ്സ് സ്കൂളിനെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ഫീലേ കിട്ടിയിട്ടില്ല. എല്ലാ ടീച്ചേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം നമ്മുടെ പുതിയ അക്കാഡമിക് ഇയർ ഒക്കെ വരുവാണ്. അപ്പം ഒരുപാട് പേരൻസ് ഉണ്ടാവും, ഒരുപാട് നല്ല സ്കൂൾസ് ഉണ്ട് നമ്മുടെ എറണാകുളത്ത് തന്നെ. പക്ഷേ ഇപ്പോൾ പുറത്ത് നിന്നൊരു പേരൻറ്റ് ആണ് എന്ന് വിചാരിക്കുക, വൈ ചോയ്സ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മാമിൻ്റെ ഒരു ആൻസർ? എന്തായിരിക്കും? ഞാൻ പറയുന്നത് ബിക്കോസ് വി ഹാവ് ദ മോട്ടോ നോളജ്, ക്യാരക്ടർ ആൻഡ് ഹെൽത്ത്. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാം. So you know that it's a wholesome personality we develop, and it's just not academics alone. ബാക്കി എല്ലാത്തിലും ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. And we have the best of faculty, best trainers, best of staff to ensure that everything is in place. ഇവിടെ ഒരു എനിക്ക് ഇപ്പോഴും ഈ ഒരു ഫിസിക്കൽ സോഷ്യൽ ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെന്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. And you make them self-reliant. Like ഞാൻ ഒരു എപ്പിസോഡ് കണ്ടപ്പം she was praying before she starts her day. All these little habits actually make a person more better. And it is inculcated from home and at school. So definitely that is playing a big role. നമ്മൾ ഒത്തിരി സ്ട്രിക്റ്റ് ആയാലും പിള്ളേരത് കേൾക്കില്ല. It will go over their heads. So it's better to be free. At the same time they should know that there is a distance. But we always encourage them to talk, open up, like how she does to me. The same way to all our children. We are open and we love them as our own. ഇപ്പം എനിക്ക് കിൻഡർ ഗാർഡനിൽ വന്നാൽ തന്നെയാണെങ്കിലും ഓരോ ക്ലാസ്സിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, വരുമ്പോൾ തന്നെ ടീച്ചേഴ്സിനെ ഹഗ് ചെയ്തിട്ട് കയറ്റുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അപ്പം തന്നെ അവർ ഫ്രീ ആയി. അതൊരു വലിയ കാര്യമാണ്. We welcome them as they enter. We welcome them and only then, so that we'll know what their emotions are. ഇന്ന് അവർ സങ്കടമാണോ സന്തോഷത്തിലാണോ വന്നേക്കുന്ന സ്കൂളിലോട്ട്, അല്ലെങ്കിൽ വി വിൽ കോൾ അപ്പ് ദ പേരൻസ് ആൻഡ് സേ ഇന്ന് കുറച്ച് ക്രാങ്കി ആയിരുന്നു, എന്താ അതിങ്ങനെ വന്നിരിക്കുന്നതെന്നുള്ളത് ഞങ്ങൾ ചോദിക്കും. സോ ദാറ്റ് യു നോ ഈവൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ബിഫോർ ദേ വിൽ ഗോ ഹോം ഓൾസോ വിൽ എൻഷുർ ദാറ്റ് ദി ഇമോഷൻസ് ആർ ചെക്ക്ഡ്. എനിവേസ് താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ കൺമണിക്കുട്ടി വരുമായിരിക്കും കേട്ടോ കാർഡ് തരാൻ. പാവത് രാത്രി മൊത്തം ഇരുന്ന് ഉണ്ടാക്കിയതാ, എല്ലാ ടീച്ചേഴ്സിനും കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വരട്ടെ എനിക്ക് കാണാനായിട്ട്. ഐ എം ഓൾസോ ഹാപ്പി that she is moving more confidently to the next level. തീർച്ചയായിട്ടും നമ്മളായിട്ട് പ്ലീസ് കീപ് ഇൻ ടച്ച്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിലും പ്ലീസ്. ഡെഫിനറ്റ്ലി. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു.
കമ്മ്യൂണിക്കുട്ടിയുടെ ആദ്യത്തെ ടീച്ചറാണ് സനി മാം, LKG ടീച്ചർ. സനി മാം മാറിക്കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, അഞ്ജു മാം ആയല്ലോ UKG ആയപ്പോഴേക്കും. മാമിന് ഓർക്കുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞാൻ ചോദിച്ചിരുന്നു മാം മാറും, സങ്കടമായിരുന്നു. കാരണം എന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ 1 more year. അതെ, കാരണം ആ ഒരു ഇയർ മൊത്തം പിള്ളേര് വീട്ടിലിരുന്നല്ലേ പഠിച്ചത്. ദാറ്റ് ഫസ്റ്റ് ബാച്ച് ഓഫ് കോവിഡ് അത്രയും ബോണ്ട് ചെയ്തത്. ഐ എം സ്റ്റിൽ ഇൻ കോൺടാക്ട് വിത്ത് നവ്തേജ, ആദ്യ. അതെ, ഞാൻ എപ്പോഴും പറയാറുണ്ട് കൺമണിക്കുട്ടിനോട്, ഈ ഏരിയയിലേക്ക് വരാൻ പാടില്ലല്ലോ, അവർക്ക് ഇങ്ങോട്ട് വന്ന സനി മാമിനെ കാണാതെ പോരുത്. പക്ഷെ അങ്ങനെ കണ്ടു, എന്നെ ഒരു ദിവസം കണ്ടു, എന്നിട്ട് വന്ന് കെട്ടിപ്പിടിച്ചു. അല്ല, നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഫസ്റ്റ് ഗുരു എന്ന് പറയുന്നത് എപ്പോഴും സ്പെഷ്യൽ തന്നെയാണ്. അത് ഐ മീൻ ഐ ഫീൽ ഇറ്റ് ദാറ്റ്സ് യുവർ ക്വാളിറ്റി. ആ പിള്ളേരിൽ നല്ല ക്വാളിറ്റീസ് പേരൻസ് ആണല്ലോ. God bless you. എന്നിട്ട് എവിടെ കിയാര അവിടെ? ഞാൻ ചുമ്മാ ചുമ്മാ വർത്താനം പറയാൻ വന്നത്, എല്ലാവരും ഒന്ന് കണ്ടു. വെരി നൈസ്. ഓൾ ദ ബെസ്റ്റ്. ഡോണ്ട് വറി. ഷീ ഈസ് ഇൻ ദ ബെസ്റ്റ് സ്കൂൾ ആൻഡ് വിത്ത് ബെസ്റ്റ് ടീച്ചേഴ്സ്. ഇതാണ് ഞങ്ങളുടെ ഷിഷ്ടി മാം. നമ്മുടെ ബാക്ക് ടു സ്കൂൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എന്തായാലും മാം, താങ്ക് യു സോ മച്ച്. Say thank you. Thank you so much. എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ ഫൺ പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഫൺ പാർട്ടി, ഡാൻസിങ് പാർട്ടി ഒക്കെ. എന്ത് പാട്ടൊക്കെ വെച്ച്? കൊറേ പാട്ട് കളിച്ചോ? ഡാൻസ് കളിച്ചോ? എല്ലാരോടും താങ്ക് യു പറഞ്ഞു, ഹഗ് കൊടുത്തു എല്ലാവർക്കും? നമുക്ക് ആരെ കാണാൻ വേണ്ട? റിബാൻ മാമിന് കാർഡ് കൊടുക്കണ്ടേ? പോവാ. എന്നിട്ട് ഹാപ്പി? Yes, I'm so happy. എന്നിട്ട് ഞാനും കൺമണിക്കുട്ടിയും കൂടെ റീബ മാമിൻ്റെ ഓഫീസിൽ പോയി മാമിനുണ്ടാക്കിയ കുഞ്ഞി കാർഡൊക്കെ ഞങ്ങൾ കൊടുത്തു. മാം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, ഹഗ്ഗൊക്കെ ചെയ്ത്. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്കും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കമ്മ്യൂണിക്കുട്ടി കിൻഡർ ഗാർഡനിലെ പ്ലേ ഏരിയയിൽ കുറച്ച് നേരം കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കമ്മ്യൂണിക്കുട്ടിയും ഞാനും കൂടെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കളിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. എന്നിട്ട് രാത്രി ഡിന്നർ പുറത്തുനിന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫലൂഡാസൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് കഴിച്ചു. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.